അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും കമൻറ്റിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്ക് റബ്ബേ. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിച്ച് നാം എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നാം എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങൾ കേട്ടുകൊണ്ട് നാളെ വെള്ളിയാഴ്ച ദിവസത്തിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ ചൊല്ലുക. അഥവാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സുബ്ഹി നിസ്കാരത്തിന് ശേഷം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ സമയത്തും ചൊല്ലാവുന്നതാണ്. ഈ ദിക്ർ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിറവേറ്റി തരാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ഭാഗത്ത് സന്തോഷം അനുഭവിക്കുമ്പോൾ മറുഭാഗത്ത് ദുഃഖം നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സുഖദുഃഖ മിശ്രിത ജീവിതമാണ് നമ്മുടെ ജീവിതം. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഇതിനൊക്കെ കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ ചിരിപ്പിക്കുന്നതും അതുപോലെ തന്നെ കരയിപ്പിക്കുന്നതുമൊക്കെ അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുന്നതും ഒരു മനുഷ്യനെ കരയിപ്പിക്കുന്നതും ഒരു മനുഷ്യന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും തന്നെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ പട്ടിണിക്കിടുന്നവനും അതുപോലെ തന്നെ ഒരു മനുഷ്യനെ വലിയ സമ്പന്നനാക്കുന്നതും തന്നെ വലിയ ദാരിദ്ര്യത്തിൻ്റെ കുഴിയിൽ ചാടിക്കുന്നതും ഒക്കെ തന്നെ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഉടമയെ അടിമയാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുപോലെ തന്നെ അടിമയെ ഉടമയാക്കാനും കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു തആല. എത്ര ദാരിദ്ര്യത്തിൻ്റെ അടിയിലുള്ള പിച്ചക്കാരനെ പോലും രാജാക്കന്മാരുടെ ഉന്നത പദവികളിലെത്തിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ വിശ്വാസത്തിൻ്റെ കണികയിൽ നിന്നും ഒരു മാറ്റം വരാതെ ജീവിക്കുന്ന, അതുപോലെ തന്നെ ശൈത്താൻ്റെ പാതയെ പിന്തുടരാതെയും അവൻ്റെ പാതകൾ തെറ്റാണെന്നും വിശ്വസിച്ച് നമ്മുടെ ശരീരം എന്ത് തെറ്റായ കാര്യങ്ങളാണോ ചെയ്യാൻ കൽപ്പിക്കുന്നത് അതൊന്നും ചെയ്യാതെ അല്ലാഹുവിൽ വിശ്വസിച്ച് നല്ലത് മാത്രം ചെയ്ത് അല്ലാഹുവിന് കൂടുതൽ സമയങ്ങൾ ഇബാദത്തുകൾ എടുത്ത് അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കലിൽ വലിയ ഉന്നത സ്ഥാനം ലഭിക്കുകയും അവൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും അല്ലാഹുവിൻ്റെ കാവൽ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും അല്ലാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ച നമ്മുടെ പല സ്വപ്നങ്ങളും പെട്ടെന്ന് നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ എന്ത് ഉദ്ദേശമാണോ എന്ത് ആഗ്രഹങ്ങളാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് നമ്മുടെ മനസ്സിൽ കരുതി ഈ ദിക്ർ ചൊല്ലുക. അത് നമ്മുടെ കടങ്ങൾ വീടാനാണെങ്കിൽ കടങ്ങൾ വീടിക്കിട്ടും. കുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ കുട്ടികളെ ലഭിക്കും. അതുപോലെ തന്നെ ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്.
അവർക്കൊക്കെ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും. അതുപോലെ തന്നെ കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കച്ചവടത്തിൽ വലിയ ഉയർച്ച ലഭിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട്. അവരൊക്കെ രോഗം മാറണം എന്ന് മനസ്സിൽ കരുതി ഈ ദിക്ർ ചൊല്ലുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നിസ്കാരത്തിന് ശേഷം 300 വട്ടം ചൊല്ലുക. സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷവും ഇത് ചൊല്ലാം. അതുപോലെ തന്നെ ഇശാ മഗ്രിബിൻ്റെ ഇടയിലും ഇത് ചൊല്ലാം. 300 വട്ടം ഈ ദിക്ർ ചൊല്ലുക. അത് അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും 300 പ്രാവശ്യം ചൊല്ലുക. വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ 8 ദിവസം ഒരു ദിവസം 300 എണ്ണം വെച്ച് ചൊല്ലുക. അപ്പോൾ ഏതാണ് ആ ദിക്ർ? ഒരു ചെറിയ ദിക്റാണ്. യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ ഈ ചെറിയ ദിക്ർ ഒരു ദിവസം 300 എണ്ണം വെച്ച് ഒരു ആഴ്ച ചൊല്ലിയാൽ അവൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും, അവൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, അവൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് അവൻ്റെ എന്ത് ആഗ്രഹമാണോ അതൊക്കെ അവനക്ക് പെട്ടെന്ന് നിറവേറി കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊരു ചെറിയ ദിക്റാണ്. ഇത് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയുന്ന ഒരു ദിക്റാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ വെള്ളിയാഴ്ച മുതൽ തന്നെ തുടങ്ങുക. എന്നിട്ട് ഒരു ദിവസം 300 എണ്ണം ചൊല്ലുക. സുബ്ഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിലോ ഇത് 300 പ്രാവശ്യം ചൊല്ലി അടുത്ത വെള്ളിയാഴ്ച വരെ ഇത് ചൊല്ലുക. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ വലിയ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എന്ത് ആവശ്യമാണോ, എന്ത് ആഗ്രഹങ്ങളാണോ, എന്ത് ഉദ്ദേശങ്ങളാണോ, എന്ത് സ്വപ്നങ്ങളാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത്, അത് നിങ്ങൾ മനസ്സിൽ കരുതി നല്ല നിയ്യത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി യാ സലാമു യാ അല്ലാഹ് എന്ന ഈ ദിക്ർ വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 300 പ്രാവശ്യം ചൊല്ലുക. അത് നിങ്ങൾ ദിവസത്തിൽ 300 എണ്ണം വെച്ച് അടുത്ത വെള്ളിയാഴ്ച വരെ ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് നിറവേറ്റി തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.